എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചീരയും മുട്ടയും കൂടെയുള്ള ഒരു തോരനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 2-3 വറ്റൽമുളക് ചേർക്കാം. 1 തണ്ട് കറിവേപ്പില ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാള ആണെങ്കിൽ ചെറുതായി മുറിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കാം. ചീര തണ്ട് ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് ആദ്യം തണ്ടിട്ട് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ഇല അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇലയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി. ഏകദേശം ഒരു 5-10 മിനിറ്റിൽ ചീര നന്നായി വെന്ത് ക്വാണ്ടിറ്റി നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ടാവും. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ചീരത്തോരന് ടേസ്റ്റ് ഉണ്ടാവും. ചീര വെന്തതിന് ശേഷം മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് തേങ്ങയുടെ പച്ചമണം മാറണ്ട. ചെറിയൊരു പച്ചമണം ഉള്ളത് തന്നെയാണ് ചീരത്തോരനിൽ ടേസ്റ്റ് ഉണ്ടാവുക. 2 മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ചീരത്തോരനിലേക്ക് ചേർത്ത് കൊടുക്കണം. വെന്ത ചീരത്തോരൻ മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിലിട്ട് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തോരൻ ഇതുപോലെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നടുവിലൊരു സ്പേസ് ഉണ്ടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് കുരുമുളക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയോ ക്രഷ് ചെയ്തതോ ചേർക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലതാണ്. മിക്സ് ചെയ്തിട്ടെടുത്താൽ ചീര മുട്ടത്തോരൻ റെഡിയാണ്. ഈ ഒരു തോരൻ തയ്യാറാക്കുമ്പോൾ ചീരയുടെ അളവ് ഒരുപാട് കൂട്ടരുത്. 2 മുട്ടയൊക്കെ എടുക്കുമ്പോൾ ഒരു 2 കൈപ്പിടി ചീര തന്നെ എടുക്കാവുള്ളൂ. ഒരുപാട് ചീരയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ചീരയുടെ ടേസ്റ്റും തമ്മിൽ ബാലൻസ് ആവില്ല. അപ്പോൾ 2 മുട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു 2 കൈപ്പിടി ചീര തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.